ആര്? റബീ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു. റബീ ഇബ്നു ഖൈസം അന്നഹു കാന യദൂമു സഹർ. രാത്രി കാലങ്ങളിൽ റബീ തങ്ങൾ ഉറങ്ങാറില്ല. ആ റബീ തങ്ങൾക്കൊരു മകളുണ്ട്. ഈ മകള് വാപ്പാനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വാപ്പാ നിങ്ങൾക്കൊന്ന് ഉറങ്ങിക്കൂടെ, രാത്രിയിൽ ഒന്ന് കിടന്ന് ഉറങ്ങിക്കൂടെ വാപ്പാ. അപ്പോഴൊക്കെ മകളോട് പറയും, മകളെ, അല്ലാഹുവിനെ കുറിച്ച് പേടിച്ചു ഭയപ്പെട്ടു ജീവിക്കുന്നവർക്ക് എങ്ങനാ പൊന്നുമോളെ ഉറങ്ങാൻ കഴിയുക? ഒരു ദിവസം അതായി പ്രിയപ്പെട്ട മകൾ റബീ തങ്ങളെ പൊന്നുമോൾ ഈ വാപ്പാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ അബതി മൻ അഫ്ളലു ഖൽഖില്ലാ. വാപ്പാ, അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആളാരാ? അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആളാരാണ് വാപ്പാ? റബീ ഇബ്നു ഖൈസം തങ്ങൾ പറഞ്ഞു, മോളെ എന്ത് ചോദ്യമാണ്? അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. ഇതങ്ങ് കേട്ടപ്പോ പ്രിയപ്പെട്ട മകൾ, വാപ്പ ഒന്ന് ഉറങ്ങിക്കാണണം എന്ന് ആഗ്രഹമുള്ള മകൾ, വാപ്പാന്റെ രണ്ട് കൈയും പിടിച്ചിട്ട് പറഞ്ഞു, ബിഹുർമത്തി സയ്യിദിനാ മുഹമ്മദ്. വാപ്പാ, നിങ്ങൾ ഈ പറഞ്ഞ ലോകത്തിന്റെ തിരുദൂതര ഹുർമത്ത് കൊണ്ട് അവരെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, നം ഹാദിഹിൽ ലൈല, ഇന്നത്തെ ഈ രാത്രി നിങ്ങളൊന്നുറങ്ങണം. റസൂലുള്ളാഹിനെ സാക്ഷി നിർത്തിയിട്ടാ ഞാൻ ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. റബീ തങ്ങൾ ചോദിച്ചു, മോളെ നിനക്കറിയുമല്ലോ, അന്ത തഅലമു അന്ന സഹറ അഹബ്ബ ഇലയ്യ മിനൻ നൗം. ഉറക്കത്തിനേക്കാളും വാപ്പാക്ക് വലുത് അല്ലാഹുവിനെ ഇബാദത്തെടുക്കലാണെന്ന് നിനക്കറിയുമല്ലോ മോളെ. വാപ്പാ, എന്തെല്ലാം പറഞ്ഞാലും ഇന്നത്തെ ഈ രാത്രിയിൽ നിങ്ങളൊന്ന് ഉറങ്ങണം. അല്ലാഹുവിന്റെ റസൂലിനെ സാക്ഷി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. മഹാനായ റബീ ഇബ്നു ഖൈസം തങ്ങൾ ഉറങ്ങാൻ കിടന്നു. എത്രയോ കാലങ്ങൾക്ക് ശേഷം ഉറങ്ങാൻ കിടന്നതാണ്. സുബ്ഹാനല്ലാഹ്. കണ്ണിലങ്ങ് ഉറക്കം വരികയാണ്. കണ്ണിലങ്ങ് ഉറക്കം വരുമ്പോൾ ഫറആ ഫിൽ മനാം, ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് ആ സ്വപ്നത്തിൽ കാണുന്നത്? അന്നഫിൽ ബസറ, ബസറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് റബിയേ. ബസറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു പെണ്ണുണ്ട്, ഇംറഅത്തുൻ സാലിഹ, നല്ല സാലിഹത്തായ, പടച്ചവനെ പേടിച്ചു നിങ്ങളെ അതേ സ്വഭാവത്തിലുള്ള അല്ലാഹുവിന്റെ വിലായത്ത് കിട്ടിപ്പോയ ഒരു പെണ്ണവിടെ ജീവിച്ചിരിപ്പുണ്ട് റബിയേ. ഇസ്മുഹാ, ആ സാലിഹത്തായ പെണ്ണിന്റെ പേര് മൈമൂനത്തുൽ മിസ്രിയ. മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ എന്നാണ്. ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ച വീട്ടില് ഉണ്ണിക്കാക്ക, എന്ത് പേര്? സലാമാക്ക, ഉണ്ണി. അബ്ദുസലാം, അവരുടെ വീട്ടുകാരുടെ പേര് മൈമൂന എന്നാണ്. ഞങ്ങൾ കൊല്ലങ്ങളായി 10-30 കൊല്ലമായി പരിചയക്കാരാ. അള്ളാഹു നമുക്കുടെ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. സഹോദരങ്ങളെ, ഇതാ പറയുകയാണ്, ബസറയിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ പേര് മൈമൂന ബീവി എന്നാണ്. തകൂനു സൗജതുക ഫിൽ ജന്ന. നിങ്ങൾ നാളെ സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾക്ക് മംഗല്യം കഴിക്കാനുള്ള ഭാര്യയാക്കി അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന പെണ്ണാണ് മൈമൂന. എന്നിട്ട് അവരുടെ വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ റബീ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്റെ സ്വർഗത്തിലെ സുരലോക റാണിയെ, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയ പെണ്ണിനെ, തന്റെ സ്വർഗത്തിലെ പുതുമണവാട്ടിയെ കാണാൻ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹ് കാണിച്ചു കൊടുക്കാണ്. തിരക്കി ഇങ്ങനെ പോവുകയാണ്. ബസറയിൽ ചെന്നു. റബീ ഇബ്നു ഖൈസം തങ്ങളെ എല്ലാവർക്കും അറിയുന്ന വലിയ പേര് കേട്ട മഹാനാണ്. റബീ ഇബ്നു ഖൈസം തങ്ങൾ വന്നെന്നറിഞ്ഞപ്പോ ജനങ്ങൾ നാല് ഭാഗം
ഭാഗത്തുനിന്നും ഒരുമിച്ചുകൂടി. എന്നിട്ട് ചോദിച്ചു, അല്ലയോ റബീഅ് തങ്ങളെ, നിങ്ങൾ എന്തേ ഇവിടെ വന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ ഈ നാട്ടിലൊരു മൈമൂനത്തുൽ മിസ്രിയ എന്ന് പേരുള്ള മൈമൂന എന്ന് പേരുള്ള ഒരു പെണ്ണ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആളുകൾ പറഞ്ഞു, മഹാനവറുകളെ, നിങ്ങൾ തിരക്കി വരാൻ വേണ്ടിയിട്ട് യോഗ്യതയൊന്നും ആ പെണ്ണിലില്ലല്ലോ. നിങ്ങൾ തിരക്കി വരാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയൊന്നും ആ പെണ്ണിനില്ല. കാരണം അവൾ പകല് മുഴുവനും ആടുകളെയും കൊണ്ട് മേയ്ക്കാൻ പോവുകയാണ്. ആടുകളെ മേച്ചിട്ട് വന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വേതനം പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ വീതിച്ചു കൊടുത്തിട്ട് അവരുടെ ഒരു പ്രത്യേകമായ ഭരണശാലയുണ്ട്. ആ കാണുന്ന മലയുടെ മുകളില്, ആ മലയുടെ മുകളിൽ അവരിങ്ങനെ കയറിയിട്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ ആരെയും ഉറങ്ങാൻ സമ്മതിക്കാതെ അവരിങ്ങനെ പാട്ട് പാടുകയാണ്. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. ഇതാണോ പാട്ട്? എന്താണ് ഈ പാട്ടിന്റെ അർത്ഥം? അജാബ അജാബ, എന്തൊരു അത്ഭുതമാണ് മൈമൂന പാടുകയാണ്. അജബ അജബല്ലിൽ മുഹിബി, അല്ലാഹുവിനെ ഇഷ്ടം വെച്ചു ജീവിക്കുന്ന ഇഷ്ടഭാജനങ്ങളായ ആളുകൾക്ക് കൈഫയനാം, എങ്ങനെയാണ് ഉറങ്ങാൻ പറ്റുക? കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. അല്ലാഹുവിനെ പേടിച്ച് ഭയപ്പെട്ടു ജീവിക്കുന്ന അടിമകൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഉറക്കം അവർക്കും നിഷിദ്ധമാണ്. ഏതുമാകട്ടെ സഹോദരങ്ങളെ, മഹാനായ റബീഅ് ഇബ്നു ഖൈസം തങ്ങൾ അതാ അവരെ ഭരണശാല കൊള്ള ചെല്ലുകയാണ്. ചെല്ലുന്ന സമയം അതാ അവർ വീട്ടിന്റെ ഉള്ളിൽ നിസ്കാരത്തിലാണ്. നിസ്കാരത്തെ നമ്മൾ ഗൗരവത്തിലെടുക്കുന്നില്ല. ഔലിയാക്കന്മാരെപ്പോഴും നിസ്കാരത്തിലാണ്. അവർ നിസ്കരിച്ചിട്ടാണ് ഈ പദവിയിലേക്ക് അവർ എത്തപ്പെട്ടത്. നമ്മൾ അവരെ മഹബത്ത് വെക്കുന്നു, സ്നേഹിക്കുന്നു. പക്ഷേ പള്ളികളൊക്കെ കാലിയാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സഹോദരങ്ങളെ, നിസ്കാരം കഴിയുന്നത് വരെ റബീഅ് ഇബ്നു ഖൈസം തങ്ങൾ അവിടെ ഇങ്ങനെ കാത്തുനിന്നു. നിസ്കാരം അങ്ങ് പൂർത്തിയായി എന്നറിഞ്ഞപ്പോ മഹാനായ റബീഅ് ഇബ്നു ഖൈസം തങ്ങൾ നീട്ടി ഒരു സലാം അങ്ങ് പറഞ്ഞു. അസ്സലാമു അലൈകി യാ മൈമൂന. ഓ മൈമൂന, നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ഓ മൈമൂന, നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. മൈമൂന എന്ന് പേര് വിളിച്ച റബീഅ് തങ്ങൾ സലാം പറഞ്ഞപ്പോ അതാ മൈമൂനത്തുൽ മിസ്രിയ സലാം അടക്കുകയാണ്. വഅലൈക്കസ്സലാമു യാ റബീഅ്. ഓ റബീഅ് തങ്ങളെ, നിങ്ങൾക്കും അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. റബീഅ് ഇബ്നു ഖൈസം തങ്ങൾക്ക് അത്ഭുതമായി. ഔലിയാക്കളെ കഥ പറയുകയാണ്, ഔലിയാക്കളെ കറാമത്ത് പറയുകയാണ്. റബീഅ് ഇബ്നു ഖൈസം തങ്ങൾക്ക് അത്ഭുതമായി. പടച്ചവനെ, എത്ര കിലോമീറ്റർ താണ്ടിയിട്ടാ ഞാൻ വന്നത്? എന്നെ ഈ മൈമൂനക്ക് അറിയില്ലല്ലോ. മൈമൂന ആരാണെന്ന് അല്ലാഹു എനിക്ക് ഇന്നലെ സ്വപ്നത്തിൽ കാണിച്ചു തന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പേര് വിളിച്ച് സലാം പറഞ്ഞത്. പക്ഷേ മൈമൂന എനിക്ക് സലാം അടക്കിയത് എന്റെ പേരും ചൊല്ലിയിട്ടാണ്. ചോദിച്ചു, മൈമൂന കൈഫ അറഫ്തി ഇസ്മി, എന്റെ പേര് നിനക്കെങ്ങനെ അറിഞ്ഞു മൈമൂന? എന്റെ പേര് നിനക്കെങ്ങനെ മനസ്സിലായി മൈമൂന? അപ്പോഴാണ് മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു എന്ന അല്ലാഹുവിന്റെ വിലായത്ത് കിട്ടിയ ഔലിയാക്കന്മാരിലെ ഏറ്റവും ശ്രേണിയിലുള്ള മഹദിയായ മൈമൂന റളിയല്ലാഹു അൻഹ പറയുകയാണ്, സുബ്ഹാനല്ലാഹ് അറഫനി ബിസ്മികല്ലദീ അഖ്ബറകൽ ബാരിഹത ഫിൽ മനാം. ഇന്നലത്തെ രാത്രിയിൽ നിങ്ങൾക്കാരാണോ എന്റെ പേര് പറഞ്ഞു തന്നത്? ആ യജമാനനായ അല്ലാഹു, എന്റെ സ്വർഗത്തിലെ മണവാളനായി അല്ലാഹു ഇന്നലെ എനിക്കും പറഞ്ഞു തന്നു. സുബ്ഹാനല്ലാഹ്. പറയും സുബ്ഹാനല്ലാഹ്.
ദിക്റല്ലേ? സുബ്ഹാനല്ലാഹ്. ഔലിയാക്കന്മാരെ കഥ പറയാ, ഔലിയാക്കന്മാരെ കറാമത്ത് പറയുകയാണ്. അന്നീ സൗജത്തുക, ഞാൻ നിങ്ങളെ സ്വർഗത്തിലെ ഭാര്യയാണ്, അതെനിക്കറിയാം, എന്റെ റബ്ബ് ഇന്നലെ കാണിച്ചു തന്നു. പക്ഷേ വലാകിൻ ലൈസൽ മൗഇദു ആഉനാ അൽ മൗഇദു ബൈനനാ ഖദം ഫിൽ ജന്ന. ഇവിടെയല്ല നമ്മളെ മൈകല്യം, നമ്മളെ മംഗല്യവും സംസാരവും ശൃംഗാരവുമൊന്നും ഇവിടെയില്ല. ഇത് ദുനിയാവാണ്. നിങ്ങൾ മറയ്ക്കു പിന്നിലാണ്, ഞാൻ ഉള്ളിന്റെ ഉള്ളിലാണ്. ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് വരുമ്പോൾ നമുക്കൊന്നിക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആയിരക്കുന്നു. അങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോ മഹാനായ മഹദിയായ മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ റബീ ഇബ്നു ഖൈസം തങ്ങളോട് ഒരു ആഗ്രഹം പറഞ്ഞു. അല്ല റബീ തങ്ങളെ, നിങ്ങളെ മനോഹരമായ ശബ്ദത്തിൽ വിശുദ്ധമായ ഖുർആനിൽ നിന്ന് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് ഓതിത്തരുമോ? ഞാനൊന്ന് കേൾക്കട്ടെ. എന്റെ ഒരു ആഗ്രഹമാണ് നിങ്ങളിൽ നിന്ന് ഖുർആൻ കേൾക്കണം. മഹാനായ റബീ ഇബ്നു ഖൈസം തങ്ങൾ ഖുർആൻ എടുത്തു. സൂറത്തുൽ മുസമ്മിലാണ് കയ്യിൽ കിട്ടിയത്. ആ സൂറത്തുൽ മുസമ്മിൽ എടുത്തിട്ട് ഇങ്ങനെ ഓതിക്കൊടുത്തു മൈമൂന ബീവിക്ക്. മറയുടെ പിന്നിൽ അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിഫളി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ എന്നിങ്ങനെ ഓതി 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 അവസാനം അല്ലാഹുവിന്റെ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിന്റെ നാരകീയമായ അദാബിനെ കുറിച്ചിട്ടാ, നരകത്തിന്റെ ശിക്ഷയുടെ ഭീകരമായ രൂപം പറയുന്ന ആ ഭാഗമെത്തുമ്പോൾ റബീ ഇബ്നു ഖൈസം തങ്ങൾ ഓതിക്കൊടുക്കുന്നു. പൊട്ടിക്കരഞ്ഞിട്ട് മഹാന്മാർ അങ്ങനെയാണ്. നമുക്കല്ലേ സങ്കടം വരാത്തത്? എത്ര ആളുകൾക്ക് സങ്കടം വന്നു, എത്ര ആളുകളെ കണ്ണ് നനഞ്ഞു. മഹാനവറുകൾ ഓതുകയാണ്. ഇന്നലദൈനാ അങ്കാലം വജഹീമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, ഇന്നലദൈനാ, നമ്മുടെ അടുത്ത് നരകത്തിന്റെ അവകാശികളായി, തെമ്മാടികളായി, ധിക്കാരികളായി, തോന്നിവാസികളായ, അഹങ്കാരികളായ, ദീനില്ലാത്ത, നിസ്കാരമില്ലാത്തവന്മാരിങ്ങ് വന്നാൽ, ഇന്നലദൈനാ, നമ്മുടെ അടുത്തുണ്ട്, അങ്കാല വജഹീമ വതആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. നല്ല കുടുക്ക് ചങ്ങല കൊണ്ട് ഞാനങ്ങ് ബന്ധിക്കും. അല്ല പറയാ, നല്ല കുടുക്ക് ചങ്ങല കൊണ്ട് ഞാനങ്ങ് ബന്ധിച്ചിട്ട് അവരുടെ തൊള്ളയിലേക്ക്, വായിലേക്ക് മുള്ളിന്റെ ഭക്ഷണങ്ങൾ വായിലേക്ക് മലക്കുകളങ്ങ് നിറച്ചു കൊടുക്കും. അങ്ങനെയുള്ള വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ ഓതി അങ്ങ് കൊടുക്കുമ്പോ മറയുടെ പിന്നിൽ അപ്പുറം ഒരു എങ്ങൽ കേൾക്കുന്നു, ഒരു കരച്ചില് കേൾക്കുകയാണ്. മൈമൂനത്തുൽ മിസ്രിയ സർഖത്തൻ, അല്ലാഹ്, ഒരു വലിയ ശബ്ദത്തോട് മൈമൂന ബീവി നിലത്തേക്ക് താഴേക്ക് വീഴുന്നു. താഴെ വീഴുക മാത്രമല്ല, വഖറത്ത് മയ്യിത്താ, ആ വീണ വീഴ്ചയുള്ളവർ ഈ ലോകത്ത് ഒന്ന് വിട പറഞ്ഞു പോയി. സഹോദരങ്ങളെ, റബീ ഇബ്നു ഖൈസം തങ്ങൾ പറയുകയാണ്, ഫതഹയ്യതു ബി അംരിഹാ, ഞാൻ ആകെ ഭയപ്പെട്ടു. ഞാൻ മാത്രമേ ഉള്ളൂ, മൈമൂന അന്യ പെണ്ണാണ്, സ്വർഗത്തിലാണ് എന്റെ ഭാര്യ, ഇപ്പൊ അവൾ അന്യവളാണ്. ഞാൻ പോയി എങ്ങനെയാണ് മൈമൂനയെ എടുക്കുക? സുബ്ഹാനല്ലാഹ്, ആകെ വിഷമിച്ചു ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ കുറെ പെണ്ണുങ്ങൾ, കുറെ സ്ത്രീകൾ ഇങ്ങനെ ഓടി വന്നു. ഓടി ഇങ്ങനെ വന്നപ്പോ ഞാൻ ആ പെണ്ണുങ്ങളോട് ചോദിച്ചു, മിന്നൈന അറഫ്തി ബിമൗതിഹാ, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞ്? ഇങ്ങനെ ഒരു മരണം ഇവിടെ നടന്നു എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പൊ കുൽന, പെണ്ണുങ്ങൾ പറഞ്ഞു, റബീ മൈമൂനത്തുൽ മിസ്രിയ
ഇന്നലത്തെ രാത്രി നേരം വെളുത്തത് മുതൽ ഈ സമയം വരെയും അവർക്കൊരൊറ്റ ദുആയേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാഹുമ്മ ലാ തമുത്നി ഇല്ലാ ബൈന യദൈ റബീ. പടച്ചവരെ, നീ എനിക്ക് നാളെ സുരലോക സ്വർഗത്തിൽ തരാമെന്ന് പറഞ്ഞ എന്റെ പുതുമണവാളനാകുന്ന റബീഉ തങ്ങള് ഈ ദുനിയാവിൽ വെച്ചൊന്ന് കാണിക്കാതെ എന്നെ മരിപ്പിക്കല്ലേ അല്ലാ എന്ന് മൈമൂന ബിബി റളിയല്ലാഹു അൻഹ ദുആയിരുന്നത് പെണ്ണുങ്ങൾ കേട്ടിരുന്നു. ആ പെണ്ണുങ്ങൾ പറയുകയാണ്, വലമ്മാ സമിഅനാ ബിഹുലൂരിക ഇലൈഹാ, അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതാര് റബീ ഇബ്നു ഖൈസം തങ്ങൾ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു, അറഫ്നാ അന്നല്ലാഹു ഇസ്തജാബ ദുആഉഹാ, മൈമൂനത്തുൽ മിസ്രിയായുടെ മരണം അടുത്തിട്ടുണ്ട്. റബീ തങ്ങൾ വന്നല്ലോ, റബീ തങ്ങളെ കാണുന്നതോടുകൂടി മരിപ്പിക്കണമെന്നോ, റബീ തങ്ങളെ കാണാതെ മരിപ്പിക്കരുതെന്നോ മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു ദുആയിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതാണ് അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ. ആ ഔലിയാക്കന്മാരെ മദ്ഹ് പറഞ്ഞ ഒരു കറാമത്ത് പറഞ്ഞ മജ്ലിസാണ്. എല്ലാവരും എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത് റസൂലുള്ളാഹിന്റെ മേൽ ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന നമുക്ക് പറയണം, നമുക്കൊന്ന് ദുആയിരക്കണം. ആ മദീന കൊള്ള ചെല്ലാതെ ഒരു വലിയും വലിയായിട്ടില്ല. ആ മദീനയിലെ രാജകുമാരനെ സ്നേഹിക്കാതെ ഒരു വലിയും വലിയായിട്ടില്ല. ഏത് ഔലിയാക്കളാ അവിടെ ചെന്ന് പാട്ടുപാടാത്തവർ? ഏത് ഔലിയാക്കളാ അവിടെ ചെല്ലാത്തത്? ആ മദീന കൊള്ള ചെല്ലാനുള്ള മഹാഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പുറത്തു നിൽക്കുന്ന ഹബീബിങ്ങളെ, നല്ല മനോഹരമായ ഒരു മജ്ലിസാണ്, ഔലിയാക്കന്മാരെ കറാമത്ത് പറഞ്ഞ മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് പുറത്തു നിൽക്കുന്ന സഹോദരങ്ങൾ എല്ലാവരും മജ്ലിസിലേക്ക് കടന്നിരിക്കോ. നമുക്ക് അല്ലാഹുവിനോട് ദുആയിരക്കാം. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഈ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുന്ന സ്വലാത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യാ. വെള്ളിയാഴ്ച രാവിലെ ആരെങ്കിലും എന്റെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്തിന്റെ കർണപുടങ്ങൾ കൊണ്ട്, എന്റെ കാതുകൊണ്ട് ഞാൻ മദീനയുടെ റൗളയിൽ കിടന്ന് കേൾക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതരേ മുഹമ്മദുർ റസൂലുള്ളാഹ് വലിച്ചു ചൊല്ലൂ. അഷ്റഫുൽ ഖൽഖ ത്വാഹ റസൂലുള്ളാഹി. കരതലാമലകം പോലെ ലോകം കണ്ട സമുന്നതനം, അന്ധകാരാഗ്നിയെ ശമിപ്പിച്ച പീയൂഷ്പബാഷ്പവും സത്യകിരണങ്ങളെ ജ്വലിപ്പിച്ച ജ്യോതിർഗോളവും ആലത്തിന്റെ സത്തും ലോകത്തിന്റെ വിത്തുമായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ പ്രപഞ്ചമാകുന്ന പനിനീർ പൂമണം ഒരു വസന്തത്തിനായി കരഞ്ഞപ്പോൾ അല്ലാഹു നൽകിയ വസന്തമാണ് ഹബീബ് റസൂലുള്ളാഹ്. വസന്തത്തിൽ വിരിഞ്ഞ നിലാവാണ് ഹബീബ് റസൂലുള്ളാഹ്. വസന്തത്തിൽ വിരിഞ്ഞ തിങ്കളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തിങ്കളിന്റെ തങ്ക ശോഭയാണ് ഹബീബ് റസൂലുള്ളാഹ്. പടച്ചവനെ യാ റസൂലുള്ളാഹ്, അന്തിയുറങ്ങുന്ന ഈ ഔലിയാക്കന്മാര് മുഴുവനും പോയി പാട്ടുപാടി പൊട്ടിക്കരഞ്ഞ റൗള കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ആ മദീന കൊള്ളയെത്താൻ ആശയില്ലാത്തതാർക്കാ? ആ മദീന കണ്ടാൽ പുളകമണിയാത്തതാരാ? അനുരാഗികളുടെ ആത്മസാഫല്യമല്ലേ മദീന? ആത്മീയ സമർപ്പണത്തിന്റെ വേദിയല്ലേ മദീന? ഒരു വിശ്വാസിയുടെ മാനസങ്ങളിൽ 1000 വസന്തത്തിന്റെ ഉറവയെടുക്കുന്ന തേനരുവിയല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന? ഒരു വിശ്വാസിയുടെ മനസ്സിനെ ആലിംഗനം ചെയ്യുന്ന ഹൃദയഹരിയായ വചന പ്രസാദമാണ് മദീന. ഒരു വിശ്വാസിയുടെ ഹൃദയത്തെ
ഹൃദയത്താളം സ്പന്ദിക്കുന്നത് ആ മദീനത്തു ചെല്ലാനാ. ആ മണ്ണിലൊന്ന് കാലുകുത്താൻ ഭാഗ്യം ലഭിച്ചാലോ, ആ തിരുമുറ്റത്തൊന്ന് ചെല്ലാൻ ഭാഗ്യം ലഭിച്ചാലോ, കേട്ടതിനേക്കാളും അറിഞ്ഞതിനേക്കാളും ആഗ്രഹിച്ചതിനേക്കാളും അപ്പുറമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന. അതെ 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 അതെ, അനുരാഗത്തിന്റെ അനശ്വരതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന മണ്ണാണ് റസൂലുള്ളാഹിന്റെ മദീന. അതെ അതെ അതെ, സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ കുളിര് കൊണ്ട് ഹൃദയം പിടപിടിക്കുന്ന പ്രവാചക സ്നേഹികളുടെ മനസ്സ് കുളിരണിയുന്ന മണ്ണാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന. അതേ, സാന്ത്വനത്തിന്റെ ശാന്ത സമുദ്രമാണ് മദീന. ആശ്വാസത്തിന്റെ തലോടലാണ് റസൂലുള്ളാഹിന്റെ മദീന. അനുഗ്രഹത്തിന്റെ ആലിംഗനമാണ് മദീന. കോടാനകോടി പ്രവാചക സ്നേഹികളുടെ കണ്ണുനീര് വീണ് കുതിർന്ന മണ്ണാണ് മദീന. അല്ലാഹുവിന്റെ റസൂലിന്റെ പദപങ്കജത്തിന്റെ സ്പർശനം ലഭിച്ച മണ്ണാണ് മദീന. അർളാ മശാജിബിരിലു ഫി അറസാതിഹാ, അല്ലാഹു ശറഫ അർളഹാ വസമാഹാ. പ്രപഞ്ചത്തിൽ അല്ലാഹു പടച്ച ശ്രേഷ്ഠതയുള്ള ഏറ്റവും പോരിശയുള്ള മണ്ണ് റസൂലുള്ളാഹിന്റെ മദീനയുടെ മണ്ണാ. അല്ലാഹു ശറഫ അർളഹാ വസമാഹാ. ആ മദീനയുടെ മണ്ണോ, ആ മദീനയുടെ വിണ്ണോ, ആ മദീന മുഴുവനും അനുഗ്രഹമാണ് കേട്ടോ. നാഥനായ അല്ലാഹ്, ആ മുത്തു റസൂലുള്ളാഹി അന്തിയുറങ്ങുന്ന ഈ ഔലിയാക്കന്മാര് മുഴുവനും ചെന്ന് പൊട്ടിക്കരഞ്ഞോ. ആ മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ആ മദീനത്ത് ചെന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തി സലാം പറയാതെ ഞങ്ങളെ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു. ബഹുമാനികളെ, ആ മദീനത്തെത്താനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കാനും ബഹുമാനിക്കാനുമുള്ള മനസ്സ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു നമ്മളെ റസൂലുള്ളാഹിന്റെ മദീനത്തെത്തിക്കട്ടെ. സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട് കൊതി തീരാത്തവരാണ് സ്വഹാബത്ത്. ഇവിടെ ഉജീനം കൊടുക്കുന്നുണ്ടോ? തുടങ്ങിയ ഒരു 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ് നമുക്ക് കൊടുക്കാം. അല്ലാഹുവിന്റെ റസൂലിനെ മദീനത്തെത്താൻ മോഹമില്ലേ? ഇല്ലേ? ഇല്ലേ? എന്തായാലും മിണ്ടാതെ അല്ലാഹു അവിടെ എത്തിക്കട്ടെ. അല്ലാഹു നമ്മൾ അവിടെ എത്തിക്കട്ടെ. വെള്ളിയാഴ്ച രാവാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി മദ്ഹ് പറയാതെ അവസാനിപ്പിച്ചാലോ? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട് സ്വഹാബത്തിന് കൊതി തീർന്നിട്ടില്ല. അവിടുത്തെ വഫാത്ത് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ വിട്ടേക്കാം. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി. മദീനയാകെ ശോകമൂകമാണ്. ഒരാളും മറ്റൊരാളോടും മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് കേട്ടാൽ കണ്ണു നനയണം. അമ്മദ്ദലീലു, മഹാന്മാര് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്കിന്റെ അടയാളം റസൂലുള്ളാഹിന്റെ മദ്ഹ് കേട്ടാൽ കണ്ണ് നനയണമെന്നാണ്. നനയട്ടെ, അല്ലാഹു നമ്മുടെ കണ്ണുകളെ നനച്ചു തരട്ടെ. സഹോദരങ്ങളെ, നബി തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജനാസ സ്വഹാബത്ത് കുളിപ്പിക്കുകയാണ്. ആരൊക്കെയാണ് റസൂലുള്ളാഹിന്റെ ജനാസ കുളിപ്പിച്ചത്? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തത് ഫളൽ ഇബ്നു അബ്ബാസ് തങ്ങളാണ്. അപ്പോഴേക്കും റസൂലുള്ളാഹിന്റെ ഖബർ അപ്പുറത്ത് റൗള ശരീഫിൽ വെട്ടുന്നു. ആര്? മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അകത്തു നിൽപ്പുണ്ട്. എല്ലാവരും എങ്ങി കരയുകയാണ്. കണ്ണു നനയാത്തൊരൊറ്റ സഹാബിയുമില്ല. മുഗീറത്ത് ബിൻ ശുഅബ തങ്ങള് അവിടെ നിപ്പുണ്ട്. മുഗീറത്ത് ബിൻ ശുഅബ തങ്ങൾക്കൊരു മോഹം, ഒരു കൊതി. എന്തേ? അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് കിടത്തിയിരിക്കുന്ന ഈ പരിശുദ്ധമായ ഖബറിന്റെ ഉള്ളിൽ ഒന്ന് അവസാനമായി ഇറങ്ങണം. പക്ഷേ സഹാബത്ത് സമ്മതിക്കോ? പ്രബലന്മാരായ സഹാബത്ത് ഇവിടെ നിൽക്കുകയല്ലേ?
കെട്ടുകഥയല്ല കേട്ടോ. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ അവിടുത്തെ അൽ ബിദായത്ത് വൻ നിഹായയിലും ബഹുമാനപ്പെട്ട ഇമാം സുഹരി തങ്ങൾ തബഖാത്തുൽ കുബ്രയിലുമൊക്കെ പറഞ്ഞ സംഭവമാണ്. ബഹുമാനപ്പെട്ട മുഗീറത്ത് ബിൻ ശുഅബ് തങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? ആരും കാണാതെ തന്റെ കയ്യിൽ കിടന്ന ഒരു മോതിരം മുഗീറത്ത് ബിൻ ശുഅബ് ഊരി, ഇതുപോലെ ആരും കാണാതെ ഇങ്ങനെ ഊരിയിട്ട് പതുക്കെ റസൂലുള്ളാഹിന്റെ ജനാസ വെച്ചിരിക്കുന്ന ആ തലയുടെ ഭാഗത്തങ്ങ് ഇട്ടിട്ട് പതുക്കെ നിന്നിടത്തും നടന്നു വന്നിട്ട് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നു. കാരണം അലിയാര് തങ്ങളാണ് ഫാത്തിമയുടെ ഭർത്താവ്. അലി തങ്ങൾ മരുമകനായതുകൊണ്ട് തന്നെ ഈ ഖബറിൽ ഇനി ഇറങ്ങാൻ അനുവാദം മരുമകനായ അലിയുടെ അനുവാദം വേണം. സഹോദരങ്ങളെ, മുഗീറത്ത് ബിൻ ശുഅബ് തങ്ങള് അതാ അലിയാര് തങ്ങളെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അലിയേ, എന്റെ കയ്യിൽ കിടന്ന മോതിരം അറിയാതെ വീണുപോയി അലിയേ, അതൊന്ന് ഇറങ്ങിയെടുക്കാനുള്ള അനുവാദം ഒന്ന് തരുമോ? അലിയാര് തങ്ങൾ വലിയ മിടുക്കനല്ലേ, വലിയ ബുദ്ധിമാനാണ്. മുഗീറത്ത് ബിൻ ശുഅബ് അവരൊക്കെ ഔലിയാക്കളല്ലേ. മുഗീറത്ത് ബിൻ ശുഅബിന്റെ ഖൽബ് വായിച്ചിട്ട് അലിയാര് തങ്ങൾ മുഗീറത്ത് ബിൻ ശുഅബിന്റെ ചെവിയിൽ പറഞ്ഞു, അലിയാര് തങ്ങൾ പറഞ്ഞു, മുഗീറ, നീ മോതിരം നിന്റെ കയ്യിൽ നിന്ന് വീണതല്ല, ഇന്നമാ അൽഖൈത ഖാതമക ലകൈ നസല ഫീ, അല്ലാഹുവിന്റെ റസൂലിനെ കിടത്തിയിരിക്കുന്ന ഈ ഖബർ ശരീഫിന്റെ ഉള്ളിൽ നിനക്കൊന്ന് ഇറങ്ങാനുള്ള മോഹം കൊണ്ടല്ലേ അലി, മോഹം കൊണ്ടല്ലേ മുഗീറ നീ ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ അലിയാര് തങ്ങൾ അനുവാദം കൊടുത്തു. മുഗീറത്ത് ബിൻ ശുഅബ് തങ്ങള് മഹാന്മാരായ സഹാബത്തൊക്കെ നോക്കി നിൽക്കെ തന്നെ പതുക്കെ ഖബറിൽ ഇറങ്ങുകയാണ്. തന്റെ മോതിരം പരതുന്നതുപോലെ ഇങ്ങനെ പരതുകയാണ്. അതാ മോതിരം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് പതുക്കെ അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ ആ പൂമുഖത്തേക്ക് മുഗീറ മുഖം കുത്തി അങ്ങ് വീണു. മുഗീറത്ത് ബിൻ ശുഅബ് തങ്ങൾ ഫഅകബ്ബ അലാ വജ്ഹി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൂമുഖത്തങ്ങ് വീണു. വഖബ്ബല ജബീനഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ മുഗീറത്ത് ബിൻ ശുഅബ് ഒരു മുത്തം കൊടുത്തു. എന്നിട്ട് മുത്തുനബിയോട് ഖൽബ് കൊണ്ട് കുറെ അങ്ങ് സംസാരിച്ചു. പിന്നീട് മുഗീറ പറഞ്ഞതാ, റസൂലുള്ളാഹിനോട് ഞാൻ കുറെ അങ്ങ് പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് ഇതൊക്കെയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി യാ റസൂലല്ലാഹ്, എന്റെ ആത്മാവ് ഏതൊരു അല്ലാഹുവിലാണോ ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം നബിയേ, ഈ മുഗീറ ചെയ്തു പോയത് അപരാധമായി പോയി, മാപ്പ് തരണേ റസൂലേ, മാപ്പ് തരണേ നബിയേ, ഇതൊരു അപരാധമാണെന്ന് എനിക്കറിയാം. അല്ലാഹുവിന്റെ റസൂലേ, മാപ്പ് തരണം. ഈ മുഗീറത്തിനൊരു കൊതിയുണ്ടായിരുന്നു, മോഹമുണ്ടായിരുന്നു. അങ്ങയുടെ ജനാസ ഈ ഖബറിൽ വെച്ചിട്ടോ എല്ലാവരും അങ്ങ് മുകളിൽ കയറിയാൽ പിന്നീട് ഒരാളും ലാ യൻസിലു ഫീഹി അബദ അന ആഖിറു മൻ മസ്സ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലായ തങ്ങളെ അവസാനമായി പൂമുഖത്ത് വെച്ച് ചുംബനം തന്നതാരാ, തൊട്ടതാരാ, മുത്തിയതാരാ എന്ന് മുസ്ലിം ലോകം ചോദിച്ചാൽ ഈ മുഗീറത്തിന്റെ പേര് കേൾക്കണം നബിയേ. അപരാധമായി പോയെങ്കിൽ, തെറ്റായി പോയെങ്കിൽ പൊറുക്കണം എന്ന് മുഗീറത്ത് ബിൻ ശുഅബ് തങ്ങൾ പറഞ്ഞു. എങ്കിൽ അതാണ് മഹബ്ബത്ത്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട് സഹാബത്തിന് കൊതി തീർന്നിട്ടില്ല. അതാണ് ബഹുമാൻ
ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യാത്ത് എന്നൊരു മഹാൻ ജീവിച്ചിരുന്നു. വലിയ മാദിഹുർ റസൂലാണ് ഇബ്നുൽ ഖയ്യാത്ത്. തങ്ങൾ റൗള ശരീഫിന്റെ മുമ്പിൽ ഒരിക്കൽ വന്നിട്ട് പാടിയതാണ്, അമ്മദ്ദലീലു ഇദാ ദകർത മുഹമ്മദാ സറതു ദുമൂഇൽ ആശിഖീന തസീലു ഹാദാ റസൂലുള്ളാഹി ഹാദൽ മുസ്തഫാ ഹാദാ ലിറബ്ബിൽ ആലമീന ഖലീലു. ഇബ്നുൽ ഖയ്യാത്ത് തങ്ങൾ പാടുകയാണ് പൊട്ടിക്കരഞ്ഞിട്ട്. അത് പറയുന്ന നമുക്കോ കരച്ചിലില്ല, സങ്കടമില്ല. റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടോ കണ്ണു നനയുന്നില്ല. ഇതാണ് നമ്മുടെ മഹബ്ബത്ത്. അല്ലാഹു നമ്മുടെ ഖൽബിൽ ഇഷ്ഖ് നിറച്ചു തരട്ടെ. ഇബ്നുൽ ഖയ്യാത്ത് തങ്ങൾ റസൂലുള്ളാഹിയുടെ റൗളാന്റെ മുമ്പിൽ വന്നിട്ട് പാടിയതാ, നബിയേ അമ്മദ്ദലീലു ഇദാ ദകർത മുഹമ്മദാ. നബിയെ നിങ്ങളെ പേരാരെങ്കിലും പറഞ്ഞാൽ, നിങ്ങളെ പേര് പറയുന്നത് ആരെങ്കിലും കേട്ടാൽ സാറത്തു ദുമൂഇൽ ആശിഖീന തസീലു, ആശിഖീങ്ങളെ കണ്ണ് നിറയും നബിയെ. അവിടെ ഖൽബ് പൊട്ടും നബിയെ. കണ്ണ് നനഞ്ഞിട്ട് കവൽ തടത്തിലൂടെ ആശിഖീങ്ങളെ കണ്ണുനീരൊഴുകും നബിയേ. നബിയേ നബിയേ നിങ്ങളാരാ നബിയേ? ഹാദാ റസൂലുള്ളാഹി ഹാദൽ മുസ്തഫാ ഹാദാ ലിറബ്ബിൽ ആലമീന ഖലീലു ഹാദാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലല്ലേ, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലല്ലേ. ഹാദൽ മുസ്തഫാ അല്ലാഹ് തിരഞ്ഞെടുത്ത നബിയല്ലേ. 1,00,000 ചില്ലുവാനം വരും നമ്പിയാക്കൾക്ക് പരിസമാപ്തി കുറിച്ച് വന്ന നബിയല്ലേ. ഹാദാ ലിറബ്ബിൽ ആലമീന ഖലീലു. സർവലോകം പടച്ച യജമാനായ അല്ലാഹു ജല്ല ജലാലുവിന്റെ ഖലീലല്ലേ, ആത്മമിത്രമല്ലേ, അല്ലാഹുവിന്റെ കൂട്ടുകാരനല്ലേ. റഹീമായ റബ്ബേ, ഞങ്ങളുടെ മഹബ്ബത്ത് ഈ വെള്ളിയാഴ്ച രാവിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് കാണിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിശുദ്ധമാക്കപ്പെട്ട കൊട്ടുകാട് ജുമുഅ മസ്ജിദിന്റെ ചാരത്തുള്ള ചരിത്രമുറങ്ങിക്കിടക്കുന്ന ഈ പുരാതനമായ ഈ മുഹീദ്ദീൻ മസ്ജിദിന്റെ ഓരത്ത് ഓസുല്ലാദം തങ്ങളെ മദ്ഹ് പറഞ്ഞിട്ട് അവസാനം മുത്തുനബിയുടെ മദീന പറഞ്ഞിട്ട് അവിടുത്തെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ വെള്ളിയാഴ്ച രാവിലെ അവിടുത്തെയോടുള്ള മഹബ്ബത്ത് അങ്ങ് കേട്ടപ്പോ ഞങ്ങളിൽ പലരെ കണ്ണും നനഞ്ഞു അല്ലാ. ഈ കണ്ണുനീര് റസൂലുള്ളാഹിനെ കാണിക്കണേ അല്ലാ. ഈ മഹബ്ബത്ത് അങ്ങ് മദീനയിലെത്തിക്കണേ അല്ലാ.